സമാജം HSS കുതുകുളത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട് 2 എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പാരാമീറ്ററും സ്റ്റാറ്റിസ്റ്റിക്കും ഒക്കെ നമ്മൾ നന്നായി പഠിച്ചതാണ്. എങ്കിലും ഒന്നുകൂടി നോക്കാം. എന്താണ് പാരാമീറ്റർ, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എന്താണ് പാരാമീറ്റർ എന്ന്. A parameter is a measurable characteristic of a population. ഒരു പോപ്പുലേഷന്റെ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ആണ് പാരാമീറ്റർ. അതായത് ഒരു പോപ്പുലേഷൻ കോൺസ്റ്റന്റ് ആണ് പാരാമീറ്റർ. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്? സ്റ്റാറ്റിസ്റ്റിക് ഈസ് എ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സാമ്പിൾ. ഒരു സാമ്പിളിന്റെ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ആണ് സ്റ്റാറ്റിസ്റ്റിക്. അതായത് സാമ്പിൾ കോൺസ്റ്റന്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്. ഏതൊക്കെ സാമ്പിൾ കോൺസ്റ്റന്റ്സും പോപ്പുലേഷൻ കോൺസ്റ്റന്റ്സും ആണ് നമുക്ക് അറിയാവുന്നത്? സാമ്പിൾ മീൻ എക്സ് ബാർ അതൊരു സ്റ്റാറ്റിസ്റ്റിക് ആണ്. പോപ്പുലേഷൻ മീൻ മ്യൂ അതൊരു പാരാമീറ്റർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണ്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ അതൊരു പാരാമീറ്റർ ആണ്. സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണ്. പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ സ്ക്വയർ ഒരു പാരാമീറ്റർ ആണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റും ഒക്കെ നമ്മൾ പഠിച്ചതാ അല്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് പ്രോബബിലിറ്റി ഓഫ് സെലക്ടഡ് സാമ്പിൾ എന്താണ്? 1/NCN. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് പ്രോബബിലിറ്റി ഓഫ് സെലക്ടഡ് സാമ്പിൾ എന്താണ്? 1/N⁻N. അതിലെ പോസിബിൾ നമ്പർ ഓഫ് സാമ്പിൾസ് ഇൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിൽ എത്രയാണ്? NCN. ഇൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റിലെ പോസിബിൾ നമ്പർ ഓഫ് സാമ്പിൾസ് എത്രയാണ്? N⁻N. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചതാണ്. എല്ലാവരും ഇതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ മീൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം എന്തായിരുന്നു? പോപ്പുലേഷനിലുള്ള വാല്യൂസ് ഏതൊക്കെയായിരുന്നു? 3, 5, 6, 8, 11. അതിന്റെ സാമ്പിൾ വാല്യൂസ് എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? സാമ്പിൾ വാല്യൂസ് NCN സാമ്പിൾസ് ഉണ്ടാവും. എങ്ങനെ NCN? ഇവിടെ N എത്രയായിരുന്നു? 1, 2, 3, 4, 5, 5. സ്മാൾ n സാമ്പിൾ സൈസ് 2 ആയിരുന്നു. അപ്പൊ അതിന് 5C2. 5C2 എത്രയാണ്? 10. ആ 10 സാമ്പിൾസ് എങ്ങനെയാണ് എഴുതുന്നത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആവുമ്പോൾ 10 സാമ്പിൾസ് നമുക്ക് എങ്ങനെ എഴുതാം? 3, 5, 3, 6, 3, 8, 3, 11, 5, 6, 5, 8, 5, 11, 6, 8, 6, 11, 8, 11. ആ 10 സാമ്പിൾസ് എഴുതി അതിന്റെ മീൻ കണ്ടു. ഇനി പ്രോബബിലിറ്റി ഓഫ് മീൻ എക്സ് ബാർ ആദ്യം എഴുതി. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് വീണ്ടും വീണ്ടും എഴുതണം എന്നില്ല. ആകെ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. എക്സ് ബാർ വാല്യൂസ് ഏതൊക്കെയാ? 4, 4.5, 5.5, 6.5, 7, 8, 8.5, 9.5. 4 എന്ന വാല്യൂ എത്ര പ്രാവശ്യം ഉണ്ട്? ഒരു പ്രാവശ്യമേ ഉള്ളൂ. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ബാർ എന്താണ്? 1/10. 4.5ഉം ഒരു പ്രാവശ്യമേ ഉള്ളൂ. അതിന്റെ പ്രോബബിലിറ്റി എന്ത് വന്നു? 1/10. പക്ഷെ 5.5 നോക്കിയേ, 3/8ന്റെയും എക്സ് ബാർ 3/8 ആഡ് ചെയ്യുമ്പോഴും 11 കിട്ടും. 11/2 5.5. അതുപോലെ തന്നെ എന്താണ് 5.6ഉം എന്താണ് സാമ്പിൾ മീൻ എന്താണ് വന്നത്? 5.5. അപ്പൊ 5.5 എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പി ഓഫ് എക്സ് ബാർ എന്ത് വന്നു? 2/10. 6.5ഉം റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരു പ്രാവശ്യമേ ഉള്ളൂ. അതിന്റെ പ്രോബിലിറ്റി 1/10. 7ഉം 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 3, 11 സം 14 ആണ്. അതുപോലെ തന്നെ 6, 8 അതിന്റെ സമം 14 ആണ്. അത് രണ്ടും ബൈ 2 ചെയ്യുമ്പോൾ 7 കിട്ടും. അപ്പൊ 7 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി ഓഫ് എക്സ് ബാർ എന്ത് വന്നു? 2/10. 8 റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരു പ്രാവശ്യമേ ഉള്ളൂ. അതിന്റെ പ്രോബിലിറ്റി എത്രയാ? 1/10. 8.5ന്റെയും പ്രോബിലിറ്റി എത്രയാ? 1/10. 9.5ന്റേത് 1/10. ഈ പ്രോബിലിറ്റീസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? സമ്മേഷൻ പി എക്സ് ബാർ ഈസ് ഈക്വൽ ടു 1. ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ മീൻ ഇൻ കേസ് ഓഫ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച പോർഷൻസ് ആണ്. അതൊന്നുകൂടി റിവൈസ് ചെയ്തിട്ട് പഠിക്കുക. മനസ്സിലായോ എല്ലാവർക്കും? ഇനി നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്. അവിടെ പോപ്പുലേഷൻ വാല്യൂസ് എന്ത് തന്നെയാണ്? 3, 5, 6, 8, 11. അവിടെ ക്യാപിറ്റൽ അതും ഈ ക്യാപിറ്റൽ N 5 ആണ്, സ്മോൾ n 2 ആണ്. അവിടെ എത്ര പോസിബിൾ സാമ്പിൾസ് ഉണ്ടാവും? N⁻². ക്യാപിറ്റൽ N സ്ക്വയർ
n raised to 2, അതായത് എത്ര 5 സ്ക്വയർ 25 പോസിബിൾ സാമ്പിൾസ് ഉണ്ടാവും. ആ 25 സാമ്പിൾസ് എന്താണ് 3 3 3 5 3 6 3 8 3 11 5 3 5 5 5 6 5 8 5 11 പിന്നെ എങ്ങനെയാ 6 3 6 5 6 6 6 8 6 11 പിന്നെ എങ്ങനെ 8 3 8 5 8 6 8 8 8 11 പിന്നെ എങ്ങനെ 11 3 11 5 11 6 11 8 11 11 ആ 25 സാമ്പിൾസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും സാമ്പിൾസ് എഴുതാൻ അറിയാലോ. ഞാൻ ഒന്നുകൂടി പറഞ്ഞത് അത് എഴുതാൻ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആകുമ്പോൾ എന്ത് ചെയ്യും റെപ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ സാമ്പിൾസ് എഴുതാൻ മനസ്സിലായല്ലോ എല്ലാവർക്കും. നമ്മൾ എഴുതിയ 25 സാമ്പിൾസിന്റെയും സാമ്പിൾ മീൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 3 4 4.5 5.5 7 4 5 5.5 6.5 8 4.5 5.5 6 7 8.5 5.5 6.5 7 8 9.5 7 8 8.5 9.5 11. So in simple random sampling with the replacement, we have the following probability distribution for sample mean. X bar repeat ചെയ്ത് വരുന്നത് വീണ്ടും വീണ്ടും എഴുതേണ്ട, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. 3 4 4.5 5 5.5 6 6.5 7 8 8.5 9.5 11. ഇനി ഓരോന്ന് നോക്കാം. 3 റെപ്പറ്റീഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് എത്ര പ്രാവശ്യം ഉള്ളൂ? ഒരു പ്രാവശ്യം. അപ്പൊ 1/25. പക്ഷെ 4 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയുണ്ട് 4, ഇവിടെയുണ്ട്. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എന്ത് വരും? 2/25. 4.5 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് പ്രാവശ്യം. ഇവിടെയും ഉണ്ട് പിന്നെ ഇവിടെയും ഉണ്ട്. അപ്പൊ 2 ടൈംസ് 4.5 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എന്ത് വന്നു? 2/25. 5 റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരു പ്രാവശ്യമേ ഉള്ളൂ. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി 1/25. 5.5 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ 2 3 4. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി 4/25. ടോട്ടൽ 25 സാമ്പിൾസ് ഉണ്ട്. അപ്പൊ അതില് 4 ടൈംസ് 5.5 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 6 റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതിന്റെ പ്രോബിലിറ്റി 1/25. 6.5 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നു, അതിന്റെ പ്രോബിലിറ്റി 2/25. 7 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രോബിലിറ്റി 4/25. 8 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ പ്രോബിലിറ്റി 3/25. 8.5 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ പ്രോബിലിറ്റി 2/25. 9.5 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രോബിലിറ്റി 2/25. 11 റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് ഒരു പ്രാവശ്യമേ ഉള്ളൂ, അപ്പൊ അതിന്റെ പ്രോബിലിറ്റി 1/25. ഈ പ്രോബിലിറ്റീസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1. അപ്പൊ നമ്മളിപ്പോ ചെയ്ത് കഴിഞ്ഞ് പ്രോബിലിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്തത് മിക്കവാറും ശരിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഉറപ്പിക്കാം. ലെസ് ദാൻ 1 ഗ്രേറ്റർ ദാൻ 1 വരികയാണെങ്കിൽ മിസ്റ്റേക്ക് ആണ് ചെയ്തതിൽ. ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും 1 മാത്രമേ വരികയുള്ളൂ. അത് ശ്രദ്ധിച്ചോളുക. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ പഠിക്കാം. The standard deviation of a statistic is known as its standard error. Once again ഒന്നുകൂടി പറയാം. എന്താണ് സ്റ്റാൻഡേർഡ് എറർ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ആണ് എന്ത് പറയുക? സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ എന്താണ്? സ്റ്റാൻഡേർഡ് എറർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്. The standard deviation of a statistic is known as its standard error. If the samples are taken according to simple random sampling with the replacement, samples എടുക്കുന്നത് simple random sampling with replacement വെച്ചിട്ടാണെങ്കിൽ അതിന്റെ സാമ്പിൾ വേരിയൻസ്, അതായത് വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ബൈ n ആയിരിക്കും. അപ്പൊ ഇൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് സാമ്പിൾ വേരിയൻസ് എന്താണ്? സിഗ്മ സ്ക്വയർ ബൈ n. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കാം. അപ്പൊ in simple random sampling with replacement, sample variance equal to sigma square by n. അപ്പൊ നമുക്ക് എങ്ങനെ സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ പറയാം? സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ ബൈ n ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ റൂട്ട് n. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കാം. സാമ്പിൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റിൽ സാമ്പിൾ വേരിയൻസ് എന്താണ്? സിഗ്മ സ്ക്വയർ ബൈ n. അതായത് വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ബൈ n ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ ബൈ n, അല്ലെങ്കിൽ എന്ത് പറയാം? സിഗ്മ ബൈ റൂട്ട് ഓഫ്
റൂട്ട് എൻ, സിഗ്മ ബൈ റൂട്ട് എൻ. വേരിയൻസ് ഓഫ് എക്സ് ബാർ സിഗ്മ സ്ക്വയർ ബൈ എൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ എന്തായിരിക്കും? സിഗ്മ ബൈ റൂട്ട് എൻ. മനസ്സിലായോ എല്ലാവർക്കും? If the samples are taken according to simple random sampling without replacement, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിൽ വെച്ചിട്ടാണ് നമ്മൾ സാമ്പിൾസ് എടുക്കുന്നതെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്താണ്? n മൈനസ് എൻ ബൈ n മൈനസ് 1 ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ n. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആയിരുന്നപ്പോൾ നമ്മൾ പഠിച്ചു വേരിയൻസ് ഓഫ് എക്സ് ബാർ സിഗ്മ സ്ക്വയർ ബൈ n ആണെന്ന്. പക്ഷേ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിൽ വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്താണ്? ക്യാപിറ്റൽ N മൈനസ് സ്മോൾ n ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N മൈനസ് 1 ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ n. ഇതിൽ ക്യാപിറ്റൽ N എന്ന് പറയുന്ന പോപ്പുലേഷൻ സൈസും സ്മോൾ n എന്ന് പറയുന്നത് സാമ്പിൾ സൈസും. അപ്പൊ വി ഓഫ് എക്സ് ബാർ എന്താണ്? n മൈനസ് n ബൈ n മൈനസ് 1 ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ n. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ബാർ, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ, that is equal to root of n minus n by n minus 1 into sigma square by n. ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ ഇൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്താണ്? റൂട്ട് ഓഫ് n മൈനസ് n ബൈ n മൈനസ് 1 ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ n. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. Draw all possible samples of size 2 from a population consisting of 2, 3, 4, 5 and find E of x bar, V of x bar and standard error of sample mean without replacement and with replacement. രണ്ട് കേസിലും ഇതെല്ലാം കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? ആദ്യം നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം ഇവിടെ തന്നിട്ടുള്ള പോപ്പുലേഷൻ വാല്യൂസ് എന്തെല്ലാമാണ്? 2, 3, 4, 5. എത്ര വാല്യൂസ് ഉണ്ട്? ക്യാപിറ്റൽ N 4. അപ്പൊ എത്ര ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾ സൈസ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 2. അപ്പൊ പോസിബിൾ നമ്പർ ഓഫ് സാമ്പിൾസ് എത്രയായിരിക്കും? 4C2. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ നമുക്കറിയാം NCN. N എന്ന് പറയുന്ന പോപ്പുലേഷൻ സൈസസ്, 2 എന്ന് പറയുന്നത് സ്മോൾ n എന്ന് പറയുന്നത് സാമ്പിൾ സൈസ്. അപ്പൊ അത് വെച്ചിട്ട് 4C2 6 സാമ്പിൾസ് ഉണ്ടാക്കാം. ഇതിൽ 6 സാമ്പിൾസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? 2, 3, 2, 4, 2, 5, 3, 4, 3, 5, 4, 5. അങ്ങനെ 6 സാമ്പിൾസ്. ഈ 6 സാമ്പിൾസിന്റെയും മീൻ കാണുക. 2 plus 3 5, 5 by 2 2.5, 2 plus 4 6, 6 by 2 3, 2 plus 5 7, 7 by 2 3.5, 3 plus 4 7, അതിന്റെ മീൻ എന്താണ്? 3.5. 3 plus 5 8, 8 by 2 4, 4 plus 5 9, 9 by 2 4.5. ഇവിടെ മീൻസിന്റെ സം എന്ത് വന്നു? 21. ക്ലിയർ ആയോ? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിൽ ഫസ്റ്റ് നമുക്ക് ഇ ഓഫ് എക്സ് ബാർ കണ്ടുപിടിക്കാം. ഇ ഓഫ് എക്സ് ബാറിന്റെ ഇക്വേഷൻ എന്താണ്? സമ്മേഷൻ എക്സ് ബാർ ബൈ എൻ. എക്സ് ബാറിന്റെ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾസ്. അപ്പൊ എത്രയായിരുന്നു എക്സ് ബാറിന്റെ സം? 21. 21 by 6 എത്ര കിട്ടി? 3.5. ഇ ഓഫ് എക്സ് ബാർ സമം 3.5. ഇനി സമ്മേഷൻ എക്സ് സ്ക്വയർ വാല്യൂസ് എല്ലാം കൂടെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുക. എത്ര വന്നു? 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. 4 പ്ലസ് 9 പ്ലസ് 16 പ്ലസ് 25 എത്രയാണ്? 54. നമുക്കറിയാം പോപ്പുലേഷൻ സൈസ് 4 ആണെന്ന് അറിയാം. അതുപോലെ സമ്മേഷൻ എക്സ് എത്രയാണ്? 14. ഇനി നമുക്കറിയാം സിഗ്മ സ്ക്വയർ എത്രയാണെന്ന്? സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സമ്മേഷൻ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. therefore സിഗ്മ സ്ക്വയർ എന്ത് കിട്ടി? സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ. സമ്മേഷൻ എക്സ് സ്ക്വയർ എത്രയാ വന്നത്? 54, അഥവാ 54. 54 ഡിവൈഡഡ് ബൈ 4 മൈനസ് സമ്മേഷൻ എക്സ് ബൈ എൻ. സമ്മേഷൻ എക്സ് 14. 14 by 4 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 13.5 minus 12.25 is equal to 1.25. 1.25 ആണ് ഇവിടെ സിഗ്മ സ്ക്വയർ. ഏത് കേസിലെ? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് ബാർ കണ്ടുപിടിക്കാം. വേരിയൻസ് ഓഫ് എക്സ് ബാർ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിലെ വേരിയൻസ് ഓഫ് എക്സ് ബാറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? n മൈനസ് n ബൈ n മൈനസ് 1 ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ n. n എത്രയാണ്? ക്യാപിറ്റൽ N 4. 4 മൈനസ് 2 divided by 4 minus 1 into sigma square by
n. സിഗ്മ സ്ക്വയർ നമുക്ക് എത്ര കിട്ടിയ 1.25 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 0.42. മനസ്സിലായോ എല്ലാവർക്കും? ഇനി അതുപോലെ സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.42 ഈസ് ഈക്വൽ ടു 0.648. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അപ്പൊ ഈക്വേഷൻസ് എപ്പോഴും ഓർക്കുക. വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് n-n/n-1 ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ n ഉം സ്റ്റാൻഡേർഡ് എറർ ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ബാർ. ഇത് എന്തിന്റെ കേസിലാണ്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഇനി നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് കൺസിഡർ ചെയ്യാം. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്താണ്? 4 സ്ക്വയർ, അതായത് n സ്ക്വയർ. 4 സ്ക്വയർ എത്രയാ? 16. ആ 16 സാമ്പിൾസ് ഏതൊക്കെയാണ്? 22, 23, 24, 25, 32, 33, 34, 35, 42, 43, 44, 45, 52, 53, 54, 55. ഇനി ഓരോന്നിന്റെയും മീൻ കാണുക. രണ്ടും കൂടെ കൂട്ടിയിട്ട് by 2 ആണ്. 2 plus 2 4, 4 by 2 2. അതുപോലെ അടുത്ത 2.5 3, 3.5 2.5 3, 3.5 4, 3, 3.5 4, 4.5 3.5 4, 4.5 5. അപ്പോൾ സമ്മേഷൻ എക്സ് ബാർ എത്ര വന്നു? 56. ഈ എക്സ് ബാർ എല്ലാം കൂടി കൂട്ടിയതാണ് സമ്മേഷൻ എക്സ് ബാർ. അത് എത്ര വന്നു? 56. നെക്സ്റ്റ് ഇ ഓഫ് എക്സ് ബാർ. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇ ഓഫ് എക്സ് ബാർ. ഇ ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ എക്സ് ബാർ ബൈ n പോസിബിൾ സാമ്പിൾസിന്റെ എണ്ണം. എത്ര സാമ്പിൾസ് ആയിരുന്നു? 16 സാമ്പിൾസ് ആയിരുന്നു. 4 സ്ക്വയർ 16 സാമ്പിൾസ് ആയിരുന്നു. അപ്പൊ ഇ ഓഫ് എക്സ് ബാർ എന്താ? സമ്മേഷൻ എക്സ് ബാർ ബൈ 16. അത് എത്ര? 56 ബൈ 16 എത്രയാണ്? 3.5. ഇനി സിഗ്മ സ്ക്വയർ. സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 1.25. Therefore, variance of x bar എത്ര വന്നു? sigma square by n is equal to 1.25 divided by 2 is equal to 0.625. 1.25 divided by 2. 1.25. 1.25 divided by 2. 1.25 ആണ്. 125 അല്ല കേട്ടോ. ഇത് 1.25 divided by 2. 1.25 divided by 2 എന്ന് പറയുന്നത് എത്രയാണ്? 0.625. എത്ര കിട്ടി? 0.625. 0.625. Therefore, standard error of sample mean എന്ന് പറയുന്നത് എത്ര? Standard error of x bar is equal to root of variance of x bar is equal to root of 0.625 is equal to 0.79. മനസ്സിലായല്ലോ? is equal to 0.79. മനസ്സിലായോ എല്ലാവർക്കും? സെൻട്രൽ ലിമിറ്റ് തിയറം ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കാനുള്ള ഒരു തിയറമാണ് സെൻട്രൽ ലിമിറ്റ് തിയറം. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യം നമുക്ക് സെൻട്രൽ ലിമിറ്റ് തിയറം എന്താണെന്നൊന്ന് സ്റ്റേറ്റ് ചെയ്യാം. The central limit theorem is stated as follows. Let x1, x2, etc. xn be a sequence of independent random variables having the same distribution with the finite mean mu and finite variance sigma square. x1, x2, etc. xn എന്ന് പറയുന്നത് ഒരു കൂട്ടം റാൻഡം വേരിയബിൾസ് ആണ്. എല്ലാത്തിന്റെയും മീൻ എന്ന് പറയുന്നത് മ്യൂ ആയിരിക്കും. എല്ലാത്തിന്റെയും വേരിയൻസ് സിഗ്മ സ്ക്വയറും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ദ സാമ്പിൾ മീൻ നമുക്കറിയാം. x1, x2, etc. xnന്റെ മീൻ എന്താണ്? എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് സാമ്പിൾ മീൻ എക്സ് ബാർ. സാമ്പിൾ മീൻ ഓഫ് x1, x2, etc. xn എന്ന് പറയുന്നത് ഏതാണ്? എക്സ് ബാർ. എക്സ് ബാർ ഫോളോസ് അപ്രോക്സിമേറ്റ്ലി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ബൈ n when n is large. n സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കുകയും അങ്ങനെയാണെങ്കിൽ x1, x2, etc. xn എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? x1, x2, etc. xn be a sequence of random variables having finite mean mu and finite variance sigma square. Then the sample mean x bar follows normal distribution with the mean mu and standard deviation sigma by rooted variance sigma square by n, where n is larger.
ഇതിൽ തന്നെ നോക്കിയാൽ എക്സ് ബാർ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ ബൈ എൻ. അപ്പൊ നമുക്കറിയാം സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ് ബാർ മൈനസ് സിഗ്മ ബൈ റൂട്ട് എൻ, എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ, അതെന്താണ് സിഗ്മ ബൈ റൂട്ട് എൻ. Z equal to x bar minus mu by sigma by root n follows standard normal distribution n of 0, 1 as n turns to infinity. Central limit theorem says that regardless of the underlying distribution of x, the distribution of x bar is normal if sample size is sufficiently large. സാമ്പിൾ സൈസ് വളരെ വലുതാണെങ്കിൽ സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏത് തന്നെ ആയാലും എക്സ് ബാർ എന്ത് ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യുള്ളൂ, നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യുന്നുള്ളൂ. അവിടുത്തെ കണ്ടീഷൻ സാമ്പിൾ സൈസ് ഈസ് സഫിഷ്യന്റ്ലി ലാർജ്. സാമ്പിൾ സൈസ് വളരെ വലുതാണെങ്കിൽ സെൻട്രൽ ലിമിറ്റ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്, റിഗാർഡ്ലെസ് ഓഫ് ദി അണ്ടർലൈങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏത് തന്നെ ആയാലും എക്സ് ബാർ എന്ത് തന്നെ ഫോളോ ചെയ്യുള്ളൂ, എക്സ് ബാർ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ when n is sufficiently large. അതുപോലെ എന്താണ് സ്മാൾ സാമ്പിൾസും ലാർജ് സാമ്പിൾസും നോക്കാം. സാമ്പിൾ സൈസ് 30നേക്കാൾ കുറവാണെങ്കിൽ ആ സാമ്പിൾസിനെ പറയും സ്മാൾ സാമ്പിൾസ്. സാമ്പിൾ സൈസ് 30ഓ അതിൽ കൂടുതലോ ആണെങ്കിൽ അത് പറയും ലാർജ് സാമ്പിൾസ്. For a given population of size capital N, ഒരു പോപ്പുലേഷൻ സൈസ് ക്യാപിറ്റൽ എന്നും സാമ്പിൾ സൈസ് സ്മോൾ എന്നും ആണെങ്കിൽ we can compute a statistic. അതായത് ഏതൊക്കെയാ, സാമ്പിൾ മീനോ സാമ്പിൾ വേരിയൻസോ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ത് വേണേലും ആവാം. പോപ്പുലേഷനിൽ നിന്നും സാമ്പിൾസ് എടുത്തിട്ട് നമ്മൾ എന്തെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും, സ്റ്റാറ്റിസ്റ്റിക് കാൽക്കുലേറ്റ് ചെയ്യും. വിച്ച് വിൽ വേരി ഫ്രം സാമ്പിൾ ടു സാമ്പിൾ. ഓരോ സാമ്പിളിലും അത് വ്യത്യാസപ്പെട്ടിരിക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്താണ് പഠിച്ചത്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ എന്ത് പഠിച്ചു, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ മീൻ. രണ്ട് കേസിലും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് കേസിലും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് കേസിലും പഠിച്ചു. അതിന്റെ പ്രോബ്ലംസും ചെയ്തിട്ടു. ടെക്സ്റ്റിലെ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.